ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബിങ് കാർണിവൽ. അപ്പം നമ്മൾ ഈ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ് കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് ഒത്തിരി തവണ കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതെല്ലാം കറക്ഷൻ ചെയ്ത് എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇത്ര ലേറ്റ് ആയത്. അതിനെല്ലാവരോടും ഞാനൊരു സോറി ചോദിക്കാട്ടോ. എന്തായാലും നമുക്ക് ഈ എപ്പിസോഡിലോട്ട് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഹീറോ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഹീറോയിനെ പ്രപ്പോസ് ചെയ്യാനായിട്ടുള്ള സ്ഥലമൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. കൂടെ ആ ഫ്രണ്ട് ചെക്കനും ഉണ്ടായിരുന്നു. കുറേ സമയം ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഈ ചെക്കൻ പറയുന്നുണ്ട്, എങ്ങനെ ഇരുന്നതാ? എന്തായാലും ജിയോമയ്ക്ക് നിന്നെ കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ദേ നോക്കി, അവളെ നീ പൊന്നുപോലെ നോക്കിക്കോണം. ആ ഒരു ഒറ്റ ഉറപ്പ് മാത്രം നീ എനിക്ക് തന്നാൽ മതി എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം അവൻ പറയുന്നുണ്ടായിരുന്നു. ഞാനും ജിയോമയും ഒരുമിച്ചായിരുന്നു വളർന്നതും പഠിച്ചതും എല്ലാം. ഇപ്പം എന്താ ജിയോമയ്ക്ക് നിന്നെ കിട്ടി, പിന്നെ ഇനി ഞാനും ജെയ്യും എന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, ഞാനും ജെയ്യോ? അപ്പോൾ നീ അവളും തമ്മിൽ എന്താ റിലേഷൻഷിപ്പിലാണോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും പറയാറായിട്ടില്ല. എന്നാലും കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഒരു ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നു. പൊതുവേ അവൾ പറയാറ് അവൾക്ക് ഇച്ചിരി പണക്കാരായിട്ടുള്ള ആൾക്കാരെ കല്യാണം കഴിക്കണമെന്നായിരുന്നു. പക്ഷെ ആ ട്രിപ്പിൽ എന്തോ ഒരുമാതിരി എന്നെ അവൾ വല്ലാത്ത രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, അവൾക്ക് ഈ വില്ലേജിൽ തന്നെ ഇരിക്കാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്കും അത് കേൾക്കുമ്പോൾ സന്തോഷം വരുന്നുണ്ടായിരുന്നു. എന്തായാലും ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കുമല്ലേ, നമുക്കൊന്ന് ഡ്രിങ്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അല്ല, പ്രപ്പോസ് ചെയ്ത് എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് എന്താ നിൻ്റെ പ്ലാൻ? തിരിച്ച് ഈ വില്ലേജിൽ തന്നെ ഇരിക്കാനാണോ അതോ സിറ്റിയിലേക്ക് പോകാനാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ജിയോമയ്ക്ക് വിട്ടുകൊടുത്തേക്കുക. അവൾ എന്താണോ പറയുന്നത് അതുപോലെ ഞാൻ ചെയ്യുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ജിയ വരുന്നുണ്ടായിരുന്നു. അവളും കുറേ ബിയർ ബോട്ടിൽസ് ഒക്കെ മേടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും നിങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കുകയല്ലേ, ഞാനും കൂടാന്ന് പറഞ്ഞിട്ട് 3 പേരും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ജിയ ഹീറോയോട് പറയുന്നുണ്ട്, അതെ ഞാൻ അന്ന് പറഞ്ഞത് നീ മനസ്സിൽ വെക്കണ്ട കേട്ടോ, അതൊക്കെ അങ്ങ് മാറ്റി കളഞ്ഞേക്ക്. ഇപ്പോൾ ജിയോമയ്ക്ക് കിട്ടിയ ലൈഫിൽ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. എങ്കിൽ നമുക്ക് ഒരു ചിയാസ് പറയാമെന്ന് പറയുമ്പോൾ ഈ ഫ്രണ്ട് ചെക്കൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അന്ന് പറഞ്ഞ കാര്യം ചോദിക്കുമ്പോൾ അതൊക്കെ വേറെയാ. എന്തായാലും തൽക്കാലം നീ ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി, എനിക്ക് ഈ വില്ലേജിൽ തന്നെ താമസിക്കാൻ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് 3 പേരും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 3 പേരും നല്ല രീതിയിൽ മദ്യപിച്ചിട്ട് ബോധമില്ലാതെ ആകുന്നുണ്ട്. ലാസ്റ്റ് ഈ ഫ്രണ്ട് ചെക്കനാണെങ്കിൽ ഹീറോയോട് പറയുന്നുണ്ട്, ദേ നോക്കിയേ, ഞാൻ ജിയയായിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്, നീ നേരെ പൊക്കോ, അല്ലെങ്കിൽ അവൾ എനിക്ക് സമാധാനം തരത്തില്ല. നീ എവിടെ പോയതാന്ന് ചോദിച്ചിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ എഴുന്നേറ്റ് പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ജിയയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ നല്ല രീതിയിൽ മദ്യപിച്ചത് കൊണ്ട് തന്നെ അവന് ബോധമില്ലാതെ കിടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ ജിയ നേരെ തിരികെ വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് ഹീറോയെ നോക്കി പറയുന്നുണ്ട്, നീ നോക്കിയേ, നീയും ആ സിറ്റിയിലുള്ള പെൺകുട്ടിയും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ അതിൻ്റെ ഇടയിലേക്ക് ജിയോമി വെറുതെ നിങ്ങൾ കൊണ്ടുവരരുതെന്ന് പറഞ്ഞിട്ട് നേരെ ഹീറോയുടെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അവനും ഇപ്പോൾ ബോധമില്ലാതെ കിടക്കുന്നതാണല്ലോ. അങ്ങനെ സീൻ കട്ട് ചെയ്ത പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം ഹീറോ ആ കിടന്ന സ്ഥലത്ത് തന്നെ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് ഈ ഫ്രണ്ട് ചെക്കൻ വന്നിട്ട്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കുറച്ചുകൂടെ കഴിയുമ്പോൾ വീട്ടിലേക്ക് പോകാനായിട്ട്, ജിയോമി ഇന്നലെ രാത്രി എന്നെ കിടത്തി ഉറക്കിയിട്ടില്ല, എന്നിട്ട് പൊക്കെ അവൾ നിന്നെ കുറേ നേരം കൊണ്ട് അന്വേഷിക്കുന്നുണ്ട് പറയുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിനും ജിയയും സംസാരിക്കുന്ന സമയത്ത് ജിയെ ചോദിക്കുന്നുണ്ട്, അവൻ വീട്ടിലെത്തിയോന്ന് ചോദിക്കുമ്പോൾ ആ വീട്ടിലെത്തി, ഇന്നലെ അവൻ്റെ കൂടെ ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ട് അവൻ്റെ വീട്ടിലായിരുന്നു, അതുകൊണ്ടാണ് രാത്രി ഇവിടേക്ക് വരാത്തതെന്ന്. ഇപ്പോൾ ഇത് റൂമിലുണ്ടെന്ന് പറയുമ്പോൾ അത് നിന്നോട് അവൻ കള്ളം പറഞ്ഞതെന്ന് ജിയെ പറയുന്നുണ്ടായിരുന്നു. കള്ളം പറഞ്ഞതോ? എന്താ നീ പറയുന്നത്? അവൻ ഇന്നലെ രാത്രി മുഴുവനും എൻ്റെ ഒപ്പം ആയിരുന്നു പറഞ്ഞിട്ട് തെളിവിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോയും കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ അവളാകെ ഷോക്കാകുന്നുണ്ടായിരുന്നു. എന്താ ഇതെന്ന് ചോദിക്കുമ്പോൾ ജിയോമ, അത് എങ്ങനെ എനിക്ക് നിന്നോട് പറയണമെന്ന് അറിയത്തില്ല, ഇതാണ് സത്യമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇല്ല, ഞാനിത് ഒരിക്കലും വിശ്വസിക്കില്ല, അവനിങ്ങനെ ഒന്നും ചെയ്യത്തില്ല, നീ ഇതെന്താ ഈ പറയുന്നത്? ഞാനിതൊന്നും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ പറയുന്നുണ്ടായിരുന്നു. നീ ഇത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ, ഇതാണ് സത്യം. ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാണെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ജിയ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, എന്ത് ചെയ്തിരുന്നാലും നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ എന്തും ചെയ്തിട്ടുള്ളൂ, ഇതും അങ്ങനെയാണ് തന്നെ നീ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് സോറി പറയുന്നുണ്ടായിരുന്നു. ഇതേ ടൈമിൽ ഹീറോയിൻ്റെ അമ്മയും ഈ ഫോട്ടോ കാണുന്നുണ്ടായിരുന്നു. നിനക്കിത് എങ്ങനെയാണ് ചെയ്യാൻ തോന്നിയത്? നിങ്ങൾ ഇത്രയും ഫ്രണ്ട്സ് ആയിട്ടിരുന്നിട്ട് ഈ കൂടെ തന്നെ ഇങ്ങനെ ചതിക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മയും ജിയെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. അവളുടനെ, ആൻറ്റി അത് പിന്നെ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാന്ന് പറയുന്നുണ്ടായിരുന്നു. അമ്മയ്ക്കും നമ്മുടെ ഹീറോയിനും ഇതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് തന്നെ ഹീറോയിൻ ആലോചിക്കുന്നുണ്ട്, അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവൻ ഈ ലേറ്റായിട്ട് വരുന്നതൊക്കെ ഇവളുടെ കൂടെ നിന്നിട്ടാണോ? എൻ്റെ ദൈവമേ, എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ ആകെ സങ്കടം കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ അവിടേക്ക് മുത്തശ്ശനും മുത്തശ്ശൻ്റെ അസിസ്റ്റൻറ്റും വരുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കാണുമ്പോൾ ഹീറോയും വളരെ ഹാപ്പി ആയിട്ട് നടന്ന് വരുന്നുണ്ടായിരുന്നു. മുത്തശ്ശ, നിങ്ങളിത് എപ്പോൾ വന്നെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു.
പക്ഷേ അവിടെ നിന്ന് ബാക്കി എല്ലാവരും ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ഇവർക്കെല്ലാവർക്കും എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയിൻ്റെ അടുത്തേക്ക് ഹീറോ പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് നേരെ അവളെ പിടിക്കുമ്പോൾ എന്നെ തൊട്ടു പോരെന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ച് തള്ളുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഫോട്ടോ കാണിച്ചിട്ട് ഇതെന്താ എനിക്ക് ഇപ്പം അറിയണമെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. അവനും എല്ലാവരും കണ്ട പോലെ തന്നെ ഷോക്കാവുന്നുണ്ടായിരുന്നു ഇത് കാണുമ്പോൾ. ഇതെപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ജിയോമോ ഇത് കള്ളമാണ്, ഇതൊന്നും സത്യമില്ല എന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞാൽ ഇനി നീ എന്നെ വിശ്വസിപ്പിക്കാനായിട്ട് നോക്കുന്നത്? ഇതിനപ്പുറം ഞാൻ ഇനി എന്താ വിശ്വസിക്കേണ്ടതെന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ ഹീറോയിൻ്റെ അമ്മയാണെങ്കിൽ ഈ ഫോട്ടോ കൊണ്ടുപോയി നേരെ മുത്തശ്ശനും കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അയാൾക്കും ആകെ ഷോക്കായിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഹീറോ ഒരുപാട് തവണ അവൾ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും തന്നെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അതേസമയം ഈ അമ്മ പറയുന്നുണ്ട്, മിസ്റ്റർ ലിൻ, ഈ എൻഗേജ്മെൻറ്റ് ഒരിക്കലും നടക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചെറുമകനെയും കൂട്ടിയിട്ട് ഇവിടെ നിന്ന് പോകാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന മുത്തശ്ശനാണെങ്കിൽ, നിങ്ങൾ പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നുണ്ട്, ദേ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഹീറോ വിളിക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ അവിടെ നിന്ന് പോകാനായിട്ട് കൂട്ടാക്കുന്നില്ല. ഞാനൊന്ന് പറയട്ടെ, നീ എന്നൊന്ന് പറയുന്നത് കേക്ക്. എടി ഇതൊന്നും സത്യമല്ല എന്ന് പറയുമ്പോൾ ഹീറോ ദേവി ചെയ്ത് എൻ്റെ അടുത്ത് നിന്ന് പോ, എനിക്ക് തന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അവന് പിന്നെ കൂടുതലൊന്നും അവളോട് പറയാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. ജിയുടെ അടുത്തേക്ക് പോയിട്ട് നീ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഈ ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ നീ ഓർത്തോ, നിന്നെ ഞാൻ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ അവളത് വലുതായിട്ട് മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഹീറോ അവിടെ നിന്ന് നടക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സ് മുഴുവൻ സങ്കടമായിരുന്നു. ഹീറോയിനാണെങ്കിൽ അവൻ പോകുന്നൊന്നും തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടായിരുന്നില്ല. മുത്തശ്ശനാണെങ്കിൽ ആ ദേഷ്യമെല്ലാം അവൻ അടിച്ചു തീർക്കുന്നുണ്ടായിരുന്നു. അവൻ ഈ അടിക്കുന്ന സൗണ്ട് കേട്ട് ഹീറോയിൻ പോലും ഞെട്ടുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ നടന്നു പോകുന്ന സമയത്ത് ഹീറോ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, ഇതോടുകൂടെ നമ്മുടെ ബന്ധം എല്ലാം അവസാനിച്ചല്ലേ, ഞാൻ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടതാ, ഇനി ഒരിക്കലും എനിക്ക് നിന്നെ കല്യാണം കഴിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഗുഡ് ബൈ സിയോം എന്ന് പറഞ്ഞിട്ടായിരുന്നു അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. സീൻ കട്ട് ചെയ്ത ഹീറോ നല്ല ഉറക്കത്തിലായിരുന്നു. ആ സമയത്ത് ഹീറോയെ അവളിങ്ങനെ സ്വപ്നം കാണുന്നുണ്ടായിരുന്നു. അവനിങ്ങനെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുന്നതായിരുന്നു. അതവൾ സത്യത്തിൽ നടക്കുന്നതെന്ന് വിചാരിച്ചിട്ട് കണ്ണു തുറക്കുമ്പോഴായിരുന്നു സ്വപ്നമാണെന്ന് മനസ്സിലാക്കുന്നുണ്ടായിരുന്നത്. ഇതായിരുന്നു നമ്മുടെ ഡ്രാമയിലെ ആദ്യം കണ്ടിരുന്ന സീനെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മുടെ ഹീറോ തിരികെ സിറ്റിയിലേക്ക് വന്നിട്ടുണ്ട്. ഓഫീസിൽ ഓരോ കാര്യങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ മനസ്സ് മുഴുവനും നമ്മുടെ ജിയോമയായിരുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ ഇവരുടെ കമ്പനി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ലോസിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഏതൊക്കെയോ പ്രോജക്റ്റ് റിജക്റ്റ് ആവുകയും ചെയ്തു. അതിൻ്റെ ടെൻഷനും ഇപ്പോൾ നമ്മുടെ ജിയോമ ഇങ്ങനെ നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടവും എല്ലാം കൊണ്ടും അവനൊന്നും മനസ്സ് ശരിയാകുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അസിസ്റ്റൻറ്റിനെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞിട്ട്, ഞാനൊരു കാര്യം പറയാം, ആ ജിയെ നമ്മൾ ബ്ലാക്ക് ലിസ്റ്റിൽ തന്നെ ഇട്ടേക്കണം, ഈ സിറ്റിയിൽ ഒരിടത്തും അവൾക്കൊരു ജോലി കിട്ടരുതെന്ന് പറയുമ്പോൾ, സാർ അതെല്ലാം ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തായാലും ഇവിടെയുള്ള ഒരു കമ്പനിയിലും അവൾക്ക് ഒരിക്കലും ജോലി കിട്ടാനായിട്ട് പോകുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. സീൻ കട്ട് ചെയ്താൽ ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ പഴയതുപോലെ പാടത്ത് പണിയൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഒരു ഫ്രണ്ട് ചെക്കൻ വന്നിട്ട്, എത്ര സമയം കൊണ്ടാണ് നീ ഇങ്ങനെ ജോലി ചെയ്യുന്നത്, കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ചെയ്തുകൂടെയും ചോദിക്കുമ്പോൾ അവൾ മൈൻഡ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എടി എന്തിനു വേണ്ടിയിട്ടാണ് നീ ലിൻസിയാൻ ഇങ്ങനെ സംശയിക്കുന്നത്, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവനെ നീ വിശ്വസിക്ക്, അവനൊരു നല്ല പയ്യനാ, നിന്നെ പ്രപ്പോസ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണെന്നറിയാമോ അവൻ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, നീ മിണ്ടരുത്, നീ എപ്പോഴും ഇങ്ങനെ അവനെ സപ്പോർട്ട് ചെയ്ത് നടന്നോ, ഇനി ആര് ദയവ് ചെയ്ത് അവനെക്കുറിച്ച് എന്നോട് പറയരുതെന്ന് പറഞ്ഞിട്ട് അവൾ പിന്നെയും ജോലിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ സിറ്റിയിലെ ഹീറോയാണ് കാണിക്കുന്നത്. ഹീറോയെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ള ആ പെൺകുട്ടിയില്ലേ, അവൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്, നീ തിരികെ ഇവിടെ എത്തുന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞായിരുന്നു, അപ്പോൾ അവിടെ ആ ഗ്രാമത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ടാണോ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ, അതേന്ന് ഹീറോ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നീ പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് വാ, എൻ്റെ പാരൻസിന് നിന്നെ മീറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോ അതിന് മറുപടി ഒന്നും പറയാതെ അവൾ കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിൻ്റെ ബ്രേക്കപ്പിൽ നിന്ന് റിക്കവറായി വരാൻ വേണ്ടിയിട്ട് അവളുടെ അമ്മയും അച്ഛനും നല്ല രീതിയിൽ അവളെ നോക്കുന്നുണ്ടായിരുന്നു. ഫുഡെല്ലാം കൊടുക്കുന്ന സമയത്ത് വളരെ സ്നേഹത്തോടെ അവളോട് സംസാരിക്കുന്നുണ്ട്. അന്നേരം അമ്മ പറയുന്നുണ്ട്, മോളെ നിനക്ക് കരയണമെങ്കിൽ നിനക്ക് നമ്മുടെ മുമ്പിൽ ഇരുന്ന് കരയാം, ഒത്തിരി അലറി കരയാം, ആ വിഷമങ്ങളെല്ലാം പുറത്ത് വന്നാലേ നിനക്ക് ഇച്ചിരിയെങ്കിലും സമാധാനം കിട്ടത്തുള്ളൂ എന്ന് പറയുമ്പോൾ, എൻ്റെ പൊന്നമ്മേ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, എൻ്റെ മനസ്സിൽ ഒരു സങ്കടങ്ങളും ഇല്ല, ഞാൻ ഓക്കെ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവരവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ഹീറോയിൻ ഒരുപാട് കരഞ്ഞുകൊണ്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ജിയ നേരെ സിറ്റിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇക്കാര്യം അറിഞ്ഞിട്ട് ഈ ഫ്രണ്ട് ചെക്കനില്ലേ, അവൻ ഇവളെ കാണാനായിട്ട് വരുന്നുണ്ടായിരുന്നു. ഒന്ന് നിന്നേ, നീ പോകുന്നതിന് മുന്നേ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നീ എന്തിനു വേണ്ടിയിട്ടാണ് ജിയോമ ഇങ്ങനെ ചതിക്കുന്നത്, നീയും ലിൻസിയാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നിനക്ക് അതിൽ നിന്ന് എന്ത് കിട്ടാനാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ദേ നോക്കിയേ, എനിക്ക് ഇതൊന്നും നിന്നോട് പറയേണ്ട ആവശ്യമില്ല, എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ, നീ സ്നേഹിക്കുന്നവരൊക്കെ വെറുപ്പിച്ചിട്ട് എന്ത് നേടാൻ നീ ശ്രമിക്കുന്നത്, ജിയോമയെക്കുറിച്ച് നീ ഒരു തവണയെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അവന് യോജിച്ച ചെക്കനെയല്ല ലിൻസിയാൻ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്, തൽക്കാലം നീ അത് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാനും ഒരു മണ്ടനാ, വെറുതെ നിന്റെ പുറകെ നടന്ന് നിന്നെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊന്നും വരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ മനസ്സ് വിങ്ങിയായിരുന്നു ഇവനിതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജി അതൊന്നും മൈൻഡ് ചെയ്യാതെ എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ കാറും എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇവന് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ടായിരുന്നു.
ഈ പോകുന്ന വഴിക്ക് ജിയ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇങ്ങനെ ചതിച്ചത്. ജിയോമോ, ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് ഞാൻ ഇതൊക്കെ നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്തതെന്നുള്ളത് നീ മനസ്സിലാക്കും. ആ സമയത്തൊക്കെ ഈ ജിയെ ഒരുപാട് വഴക്ക് പറഞ്ഞ കാര്യങ്ങളായിരുന്നു അവൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഈ കാറിലേക്ക് കയറുന്നതിന് തൊട്ടു മുന്നേ ആ ഫ്രണ്ട് ചെക്കന് വന്നതെന്ന് സങ്കടത്തോടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവളുടെ മനസ്സിൽ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഭയങ്കരമായിട്ട് മഴയും പെയ്യുന്നുണ്ടായിരുന്നു. FM ഇങ്ങനെ പറയുന്നുണ്ട്, ഏതൊക്കെയോ പ്രദേശങ്ങളിൽ ഭയങ്കര കാറ്റും മഴയുമാണ്, അതുകൊണ്ട് ആരും പുറത്തേക്കൊന്നും ഇറങ്ങരുത് എന്ന്. ഇത് കേൾക്കുന്ന ഇവൾക്ക് വലിയതായിട്ടൊന്നും പേടിയാകുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഒത്തിരി ലേറ്റ് ആകുന്ന സമയത്ത് ഈ ഫ്രണ്ട് ചെക്കൻ അവിടെ ഇരുന്നിട്ട് ഇരിപ്പ് ഉറക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ഒരുപാട് തവണ ജിയെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അയ്യോ, അവൾ അങ്ങ് എത്തിക്കാണോ, അവൾ എന്തിനു ഈ രാത്രി പോകാനായിട്ട് നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആകെ ടെൻഷൻ അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവളാണെങ്കിൽ ഇവൻ്റെ കോളൊന്നും അറ്റൻഡ് ചെയ്യാതെ ഈ സിറ്റിയിലുള്ള നമ്മുടെ ഹീറോയെ വിളിക്കാറുള്ള ആ പെൺകുട്ടിയില്ലേ, അവളെന്തോ ഏതോ കമ്പനിയിൽ ഡയറക്ടർ ആക്കാനൊക്കെ പറഞ്ഞിട്ടൊരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ കമ്പനിയിലേക്ക് ഇവൾ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. കോൾ ചെയ്തിട്ട് ഞാൻ നാളെ ജോയിൻ ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ആരാണ്, നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ജോലി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു അയ്യോ, അപ്പോൾ അവൾ എന്നെ പറ്റിക്കായിരുന്നു എന്ന് വിളി ചിന്തിക്കുന്നത്. അങ്ങനെ അവളെ മൈൻഡ് ഫുൾ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. തൻ്റെ എല്ലാമായ ഫ്രണ്ട്സിനെയും ചതിച്ചിട്ട് ബെറ്റർ ലൈഫ് തേടി പോയപ്പോൾ അവിടെയുള്ളവരും തന്നെ ചതിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് അവൾക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. ഇതേ സമയത്ത് ഈ കാറ്റും മഴയും കാരണം ജിയോമയ്ക്കും ഈ ഫ്രണ്ട് ചെക്കനും അവിടെ ഒരു സമാധാനവും ഇല്ലായിരുന്നു. ജിയോമ ഓടി വന്നിട്ട്, എന്തായി, അവൾ കോൾ എടുത്തോ, നീ കാര്യം പറഞ്ഞോ, അവൾ എവിടെയാണെന്ന് അറിയുമെന്ന് ചോദിക്കുമ്പോൾ, ഞാനൊന്നും അറിഞ്ഞില്ല, അവൾ ഇതുവരെ കോൾ എടുത്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവളെ പോയി അന്വേഷിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് ജിയ ഒരുപാട് കാര്യങ്ങളിൽ ആലോചിച്ച് കാർ ഓടിച്ചതുകൊണ്ട് തന്നെ വണ്ടി ആക്സിഡൻറ്റും ആകുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ ഈ കാട് മുഴുവനും ഓടി നടന്ന് ജിയ 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 എന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ച് ഓടുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു കാർ ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്ന ഇവർ കാണുന്നുണ്ടായിരുന്നത്. ഇവരവിടെ ഓടിപ്പോയിട്ട് ജിയ ജിയ നീ കണ്ണു തുറക്ക്, എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അകത്ത് നിന്ന് ഒരു മറുപടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവളിങ്ങനെ മയങ്ങിക്കിടക്കുന്നവർ കാണുന്നുണ്ടായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട്. പക്ഷേ അങ്ങോട്ടേക്ക് ആരും തന്നെ വരുന്നുണ്ടായിരുന്നില്ല. സീൻ കട്ട് ചെയ്ത ജിയെ ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇപ്പോഴും ബോധം വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ജിയ ആണെങ്കിൽ ഇവർ മൂന്നുപേരും ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് ഓരോ നിമിഷങ്ങളായിരുന്നു മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർ മൂന്നുപേരും ഒന്നിച്ചു ചേർന്ന് ഫോട്ടോസ് എടുത്തിരുന്നത്, പിന്നെ തനിക്ക് ആക്സിഡൻ്റ് ആയ സമയത്ത് വന്ന് ഇവർ ഹെൽപ്പ് ചെയ്ത് കാര്യങ്ങളെല്ലാം ആലോചിക്കുമ്പോൾ ഇവൾക്ക് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവൾ കണ്ണുകൾ തുറക്കുന്നുണ്ടായിരുന്നു. തുറന്നിട്ട് ഇവർ രണ്ടുപേരോടും ആദ്യം സോറി ചോദിക്കുന്നുണ്ടായിരുന്നു. ജിയോമോ, നിന്നോട് എങ്ങനെയാണ് സോറി ചോദിക്കുന്നത് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് ഈ ശിക്ഷ കിട്ടിയാൽ പോരായിരുന്നു. ലിൻസിയ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനും ലിൻസിയാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. സിറ്റിയിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു എന്നെ വിളിച്ചിട്ട് ലിൻസിയാനെ നിന്നെയും തമ്മിൽ പിരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവൾ എനിക്ക് വേണ്ടിയിട്ട് 5 മില്യണും ഒരു കമ്പനിയിൽ ഡയറക്ടർ പോസ്റ്റും തരാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ അവരെന്നെ ചതിച്ചു എന്നും പറയുന്നുണ്ട്. ഹീറോയിനെ ഇവൾ ഈ പറയുന്നതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. നീ ഇതെന്താ ഈ പറയുന്നത് ലിൻസിയാൻ? അപ്പോൾ ഞാനവനെ വെറുതെ സംശയിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, അതെൻ്റെ മണ്ടത്തരായിപ്പോയി. നിന്നോട് എങ്ങനെ സോറി പറയണമെന്ന് എനിക്ക് അറിയില്ല ജിയോമോ, സോറി എന്ന് പറഞ്ഞിട്ട് അവൾ പറയുന്നുണ്ടായിരുന്നു. ഇതേ സമയം ഫ്രണ്ട് ചെക്കനാണെങ്കിൽ, നീ ഇതെന്ത് പണിയാണ് ഈ കാണിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ് നീ സ്വന്തം ഫ്രണ്ടിനെ ഇങ്ങനെ ചതിക്കാനായിട്ട് നോക്കിയെന്ന് പറയുമ്പോൾ, ഒരു ദിവസം ലിൻസിയാൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അത് ഈ പെൺകുട്ടിയായിരുന്നു വിളിച്ചിരുന്നത്. ഞാൻ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അവളെന്തോ അവർ തമ്മിലുള്ള കല്യാണക്കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു നിന്നെ അവൻ ചതിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നതെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. പിന്നെ ലൈഫ് ഒന്ന് സെറ്റാക്കാനുള്ളൊരു അതിമോഹവും, അതിനപ്പുറം ഞാനും ലിൻസിയാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലയെന്ന് പറയുന്നുണ്ട്. അവൻ്റെ കമ്പനി അന്നൊന്നും നല്ല രീതിയിലുള്ള ലോസിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവളെ കല്യാണം കഴിക്കുവാണെങ്കിൽ കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് പോകും. പക്ഷേ അതൊന്നും അവൻ വകവയ്ക്കാതെയാണ് നിന്നെ അവൻ സ്നേഹിച്ചത്. അപ്പോൾ ശരിക്കും അവനെ പ്രപ്പോസ് ചെയ്യാനായിട്ട് ഇരിക്കുമായിരുന്നു ചോദിക്കുമ്പോൾ ഈ ഫ്രണ്ട് ചെക്കൻ പറയുന്നുണ്ട്, നിനക്കറിയോ എന്ത് നല്ല രീതിയിലാണ് ആ സീക്രട്ട് പ്ലേസ് അവൻ ഡെക്കറേറ്റ് ചെയ്തെന്നുള്ളത്? അതിനെ ഒന്ന് പോയി നോക്ക്, അപ്പോൾ നിനക്ക് മനസ്സിലാവും അവൻ നിന്നെ പ്രപ്പോസ് ചെയ്യാനായിട്ടാണോ ഇരുന്നത് അല്ലയോ എന്നുള്ള കാര്യമെന്ന് പറയുന്നത്. ആ സമയത്ത് ഇതൊന്നും ഇവർക്ക് കേട്ടിട്ട് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ജിയ അതേ സമയത്ത് ഒരുപാട് സോറിയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിൽ ലാസ്റ്റ് നിമിഷം പോലും ലിൻസിയാനൊന്നും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലല്ലോ. അവൻ ഇത്രയും വിശ്വസിക്ക് ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും ഇവനിങ്ങനെ അവിശ്വസിച്ച കാര്യത്തിലായിരുന്നു അവൾക്ക് ഒരുപാട് സങ്കടം വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൾ നേരെ ഓടിപ്പോകുന്നുണ്ടായിരുന്നു ആ സീക്രട്ട് പ്ലേസിലേക്ക്. നേരത്തെ ലിൻസിയാൻ എങ്ങനെയാണോ ആ സ്ഥലം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെയായിരുന്നു അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഹീറോയിന് അതൊക്കെ പോയി കാണുമ്പോൾ അവൾക്ക് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അയ്യോ, എന്തിനു വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്? അവൻ എന്നോട് എത്രയൊക്കെ രീതിയിലാണ് പറഞ്ഞത്. ഞാനൊന്ന് വിശ്വസിക്കേണ്ടതായിരുന്നു. ഒരേ ഒരു തവണയെങ്കിലും അവനൊന്ന് വിശ്വസിക്കേണ്ടതായിരുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും? അവൻ എങ്ങനെ കണ്ടൊന്ന് സംസാരിക്കുക? എൻ്റെ ദൈവമേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഒരുപാട് കരയുന്നുണ്ടായിരുന്നു. ശേഷം അവൾ വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് അവൾ ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്.
ലിൻസിയാൻ ആദ്യമായിട്ട് ഹീറോയിനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരുടെ മുന്നിലൊക്കെ വെച്ചിട്ട് ഞാൻ ഇവളെ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ കാര്യം, അന്ന് ആ മഴയത്ത് അവളുടെ ഫാമിലിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്ന കാര്യം, അഭിനയിച്ചിരുന്നാലും തൻ്റെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും ഇവളെ കല്യാണം കഴിക്കുവാൻ പോവുകയാണെന്ന് പറഞ്ഞ കാര്യം, അത് മാത്രമല്ല ഓരോ തവണ അവളെ കെയർ ചെയ്ത കാര്യങ്ങളെല്ലാം അവൾക്ക് ആലോചിക്കുമ്പോൾ സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. രാത്രി അവൾ വീട്ടിലേക്ക് നടന്നു വരുന്ന സമയത്ത് ആ റോഡിൽ വെച്ച് അവൾ ആലോചിക്കുന്നുണ്ട്, അന്ന് ലിൻസിയാൻ സ്കേറ്റിംഗ് ബോർഡിൽ ആ റോഡിൻ്റെ സൈഡിലേക്ക് വീണ കാര്യങ്ങളും അവളിങ്ങനെ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ. അതൊക്കെ ആലോചിക്കുമ്പോൾ ഞാനിനി എങ്ങനെ അവനൊന്ന് കണ്ട് സംസാരിക്കേണ്ടത്? ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ട് അവൻ അവസാന നിമിഷം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എന്നൊന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഞാൻ അവൻ പറയുന്നത് കേൾക്കാനായിട്ട് നിന്നില്ല. അതെൻ്റെ ഭാഗത്തുള്ള തെറ്റാ. പക്ഷേ ഞാനിനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് അവൾ ഒരുപാട് കരഞ്ഞുകൊണ്ട് നടക്കുന്നതോടുകൂടെ ഈ എപ്പിസോഡ് കഴിയുവാണ്. നാളെ വരുന്നത് ഫൈനൽ എപ്പിസോഡാണ് കേട്ടോ. അത് ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ടാറ്റാ.